Hi learners, welcome to I Plus Training Solutions. കേരള സെറ്റ് പേപ്പർ 2 ഹിസ്റ്ററിയുടെ 2026 നടന്നിട്ടുണ്ടായിരുന്ന ഫെബ്രുവരിയിൽ നടന്നിട്ടുണ്ടായിരുന്ന എക്സാമിനേഷന്റെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള അടുത്ത 5 ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ ആ 5 ക്വസ്റ്റ്യൻസും അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ ആൻസറും എക്സ്പ്ലനേഷനും ഒക്കെ നമുക്കിന്ന് കാണാം. വൺസ് അഗൈൻ വെൽക്കം ടു I Plus Training Solutions. ഞാൻ ഭവിഷ. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിറ്റൻഷൻ ഓഫ് വിച്ച് സിറിയൻ ബിഷപ്പ് ബൈ ദ പോർച്ചുഗീസ് അറ്റ് മൈലാപ്പൂർ ട്രിഗേർഡ് ദ കൂനൻ ക്രോസ് റിവോൾട്ട്. അതായത് മൈലാപ്പൂരിൽ വെച്ചിട്ട് പോർച്ചുഗീസുകാര് ഏത് സിറിയൻ ബിഷപ്പിനെ തടഞ്ഞു വെച്ചതാണ് കൂനൻ കുരിശ് സത്യത്തിലേക്ക് കൂനൻ കുരിശ് റിവോൾട്ടിലേക്ക് അതിലേക്ക് ട്രിഗർ ചെയ്തത് എന്നാണ് ചോദ്യം. അഹത്തള്ള, അലക്സ് മെനസിസ്, ഫ്രാൻസിസ് സേവിയർ, ആർച്ച് ഡീക്കൻ തോമസ്. 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതില് കൂനൻ ക്രോസ് റിവോൾട്ടിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇവന്റ് ഏതാണ് എന്നാണ് ചോദ്യം. അതായത് അതില് പ്രധാനപ്പെട്ട വ്യക്തി ഏത് സിറിയൻ ബിഷപ്പിനെ പോർച്ചുഗീസുകാർ തടഞ്ഞു വെച്ചതാണ് ഈ ഒരു ഇഷ്യൂ ആയത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അഹത്തള ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അഹത്തള. ഓക്കെ, ഓപ്ഷൻ എ. അപ്പൊ ഈ ഇവന്റ് എന്താണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് 1653 ഈ ഒരു കൂനൻ ക്രോസ് ഓത്ത് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. ഓക്കെ, കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്നത് എന്നാണ് നടക്കുന്നത്? 1653 1653 നടക്കുന്നത് കേട്ടോ. നമ്മുടെ കേരള ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഹിസ്റ്ററിയിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു എന്ത് ഈ കൂനൻ ക്രോസ് ഓത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കാരണം എന്ന് പറയുന്നതേ ഉള്ളൂ, സിറിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന അഹത്തള എന്ന മെത്രാനെ പോർച്ചുഗീസുകാര് കൊച്ചിയിൽ അവര് ഡിറ്റൻഷൻ ചെയ്തു, അതായത് തടഞ്ഞു വെച്ചു. ഓക്കെ, അതിനെ തുടർന്നിട്ട് അദ്ദേഹം വധിക്കപ്പെട്ടു. ഓക്കെ, അതുപോലെ തന്നെ വധിക്കപ്പെട്ടു എന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ നാട് കടത്തി എന്നുള്ള ഇങ്ങനെ അത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് ഇത്തരത്തില് കൂനൻ ക്രോസ് റിവോൾട്ടിനെ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് കൂനൻ ക്രോസ് ഓത്ത് നടന്നിട്ടുണ്ടായിരുന്നത് 1653 നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ തന്നെ വളരെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് കൂനൻ ക്രോസ് ഓത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിറിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന മെത്രാനായിരുന്നു ആര്? ഈ സിറിയൻ ബിഷപ്പ് ആയിരുന്നു അഹത്തള്ള എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനെ പോർച്ചുഗീസുകാര് കൊച്ചിയിൽ വെച്ചിട്ട് തടഞ്ഞു വെച്ചു. അതിനെ തുടർന്നിട്ട് അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിനെ വധിച്ചു എന്നും അദ്ദേഹത്തിനെ നാട് കടത്തപ്പെട്ടു എന്നുള്ള ഒരു എന്താ നമ്മൾ ഈ പറയില്ലേ കിംവദന്തി എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതിങ്ങനെ സ്പ്രെഡായി. അപ്പോ അങ്ങനെ ഒരു സ്പ്രെഡ് ആയതിന്റെ ബേസിലാണ് ഇവര് ഈ കൂനൻ ക്രോസ് ഓത്ത് എന്നുള്ള ഒരു റിവോൾട്ടിലേക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രതിഷേധം എന്നുള്ള ലെവലില് മട്ടാഞ്ചേരിയില് കൂനൻ കുരിശില് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ഫോറിൻ ഫോഴ്സിനെതിരെ, അതായത് വിദേശാധിപത്യത്തിനെതിരായിട്ട്, എസ്പെഷ്യലി പോർച്ചുഗീസ് ചർച്ചിനെതിരായിട്ട് മാർത്തോമ ക്രിസ്ത്യൻസ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കൂനൻ ക്രോസ് ഓത്ത് എന്നത് പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ സിറിയൻ ബിഷപ്പ് ആരായിരുന്നു? അഹത്തള്ളയായിരുന്നു. മറ്റു ഓപ്ഷൻസിലുള്ള ആൾക്കാരെ കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അല്ലെ. അലക്സ് ഡി മെനസിസ്. ആരാണ് അലക്സ് ഡി മെനസിസ് എന്ന് പറയുന്നത്? 16th സെഞ്ചുറിയുടെ ഒരു ലാസ്റ്റ് ഫേസിൽ ഗോവയിലെ ആർച്ച് ബിഷപ്പ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? അലക്സ് ഡി മെനസിസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 1599 വളരെ ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുണ്ടായിരുന്ന ഉദയംപേരൂർ സുനഹദോസ് ഉണ്ടല്ലോ, ഉദയംപേരൂർ സുനഹദോസ്, അതായത് സിനോഡ് ഓഫ് ഡയംബർ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്ന വ്യക്തി ആയിരുന്നു അലക്സിസ് ഡി മെനസ് ആയിരുന്നു. ഓക്കെ, അപ്പോ എന്നായിരുന്നു ഈ ഉദയംപേരൂർ സുനഹദോസ് അല്ലെങ്കിൽ സിനോഡ് ഓഫ് ഡയംബർ എന്നായിരുന്നു? 1599 കേട്ടോ. അത് വിളിച്ചു കൂട്ടിയത് അലക്സിസ് ഡി മെനസിസ് ആയിരുന്നു. ഓക്കെ, ഇനി അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതും കൂടി പറയാല്ലേ. അതായത് നമ്മുടെ കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യൻസ് ഉണ്ടല്ലോ, ഈ മാർത്തോമ ക്രിസ്ത്യൻസിനെ ഫുള്ളി റോമൻ കാത്തലിക് ചർച്ചിന്റെയും ലത്തീൻ
ആ ഒരു ആരാധന ക്രമത്തിന്റെയും ഒക്കെ കീഴിലാക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഭയങ്കര കടുപ്പേറിയിട്ടുള്ള പരിഷ്കാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഈ ഒരു കൂനംകുറിശി ഓത്ത് നമ്മൾ പറഞ്ഞില്ലേ, അതിലേക്കൊക്കെ അപ്പൊ അതൊക്കെയായിരുന്നു ഒരു റീസൺ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഈ ഇദ്ദേഹത്തിനെ അഹത്തള്ളയനെ ഡിറ്റൻഷൻ ചെയ്തതും ഒക്കെ കൂടി കൂട്ടിച്ചേർത്തിട്ട് നമ്മുടെ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന ക്രിസ്ത്യൻസിന് ഭയങ്കര സഹിക്കാൻ പറ്റാണ്ടായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള സത്യാഗ്രഹത്തിലേക്ക് വിപ്ലവത്തിലേക്ക് കടക്കുന്നത് കേട്ടോ. ഇനി ഫ്രാൻസിസ് സേവിയർ ആരായിരുന്നു? ഫ്രാൻസിസ് സേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ സേവിയർ പുണ്യവാളൻ, അങ്ങനെ വിളിക്കപ്പെടുന്ന പുണ്യവാളൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് സേവിയർ. ഓക്കെ, അദ്ദേഹം ഈശോ സഭ, അതായത് ഈശോ സഭ എന്ന് പറയുന്നത് ജെസ്യൂട്ട് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, ആ സന്യാസി സമൂഹത്തിന്റെ സ്ഥാപക മെമ്പേഴ്സിൽ ഒരാളാണ്, അല്ലെങ്കിൽ സ്ഥാപകരിൽ ഒരാളാണ് ആര്? ഫ്രാൻസിസ് സേവിയർ. സേവിയർ പുണ്യാളൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. ദെൻ ഇദ്ദേഹത്തിന്റെ ഒരു സിഗ്നിഫിക്കൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1542 ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഗോവയിലും അതുപോലെ കേരളത്തിന്റെ ഈ കോസ്റ്റൽ ഏരിയകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ വ്യാപകമായിട്ട് റിലീജിയസ് പ്രൊപ്പഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കേരളത്തിലെ ഈ കോസ്റ്റൽ റീജിയനിലൊക്കെ ധാരാളം പള്ളികൾ സ്ഥാപിക്കുകയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മോർട്ടൽ റിമെയിൻസ് ഒക്കെ ഇപ്പോഴും ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയിലാണ് പ്രിസർവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ആർച്ച് ഡീക്കൻ തോമസ് ആരാണ്? അതായത് ഈ കൂനൻ ക്രോസ് ഓത്ത് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് മാർത്തോമ ക്രിസ്ത്യാനികളുടെ പ്രാദേശിക നേതാവായിരുന്നു ആർച്ച് ഡീക്കൻ തോമസ് എന്ന് പറയുന്നത്. ഈ അഹത്തള്ള എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, അദ്ദേഹത്തിനെ പോർച്ചുഗീസുകാർ തടഞ്ഞു വെച്ചതിനെ പ്രതിഷേധിക്കാനായിട്ട് ജനങ്ങളെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആർച്ച് ഡീക്കൻ തോമസ് ആയിരുന്നു. ഓക്കെ, പിന്നെ ഈ കൂനൻക്രോസ് ഓത്തിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന ചടങ്ങില് ഇദ്ദേഹത്തിന് മാർത്തോമ ഫസ്റ്റ് എന്ന പേരിൽ മെത്രാനായിട്ട് ഇങ്ങനെ വാഴിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോർത്തൂസ് മലബാറിക്കസ് ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ടു മലയാളം ബൈ ഹൂം? ആരാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? E.K. ജാനകി അമ്മാൾ, ടി അച്യുതൻ വൈദ്യർ, ഡോക്ടർ KS മണിലാൽ, മാമിയിൽ സാബു. ആരാണ് ആൻസർ വരുന്നത്? കണ്ടില്ലേ, ബുക്ക് ആൻഡ് ഓതർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനിൽ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ ഇത്. ഹോർത്തൂസ് മലബാറിക്കസ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബുക്ക് ആൻഡ് ഓതർ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ബുക്ക്, അതിന്റെ ഓതർ, പബ്ലിക്കേഷൻ ഇയർ, പിന്നെ എന്താ പബ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലേസിന്റെ പേര് അവൈലബിൾ ആണെങ്കിൽ, ഇഫ് എനി അങ്ങനെയാണെങ്കിൽ അത്, പിന്നെ ആ വർക്കിന്റെ ഒറിജിനൽ ലാംഗ്വേജ് ഏതാണ് എന്നുള്ളത്, ഒറിജിനൽ റിട്ടൺ ലാംഗ്വേജ് ഏതാണെന്നുള്ളത്, ദെൻ അത് മാത്രമല്ല എന്താ ആ വർക്ക് ഇനി ഏതെങ്കിലും മറ്റു ഭാഷയിലേക്ക്, പ്രധാനപ്പെട്ട മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുള്ള ആൾ ആരാ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളൊരു ബുക്ക് പഠിക്കുമ്പോൾ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആ കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് ഡോക്ടർ KS മണിലാൽ ആണ്. അദ്ദേഹമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള വർക്കിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒറിജിനൽ ലാംഗ്വേജ് ഏതാണ് വരുന്നത്? ലാറ്റിൻ ലാംഗ്വേജ് ആണ് അല്ലെ, ലത്തീൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള വർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തിനെ കുറിച്ചിട്ടാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് വിശദീകരിക്കുന്നത്? കേരളത്തിലെ മെഡിസിനൽ പ്ലാന്റിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഹോർത്തൂസ് മലബാറിക്കസിൽ വിശദീകരിക്കുന്നത് അല്ലെ. അതിനെ കുറിച്ചിട്ട് വിശദീകരിക്കുന്ന ആദ്യത്തെ ഒരു എൻസൈക്ലോപീഡിയ കൈൻഡ് ഓഫ് ബുക്കാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡച്ച് ഗവർണർ ആയിട്ടുണ്ടായിരുന്ന ഹെൻറി വാൻ റീഡ് ആണ് ഇതിന് ലീഡർഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ, അതായത് ലത്തീൻ ലാംഗ്വേജിലായിട്ടുണ്ടായിരുന്ന ഈ ഒരു വർക്ക് കംപ്ലീറ്റ്ലി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ടർ KS മണിലാൽ ആണ്. അദ്ദേഹത്തിന്റെ ഏകദേശം 35 ഇയേഴ്സിന്റെ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് 12 വോളിയംസ് ആയിട്ടുള്ള ഈ ഒരു കൃതി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടി അച്യുതനെ കുറിച്ച് പറയുമ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെ ടി അച്യുതൻ. പക്ഷെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയല്ല. ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതായത് ഈ ഹോർത്തൂസ് മലബാറിക്കസിന്റെ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിൽ വാൻ റീഡിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന മലയാളി വൈദ്യനായിരുന്നു ആര്? ടി അച്യുതൻ. ഓക്കെ, അതായത് സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പ്രത്യേക
പങ്കുവച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇനി E.K. ജാനകി അമ്മാൾ ആരാന്നറിയോ? E.K. ജാനകി അമ്മാൾ എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രശസ്തയായിട്ടുള്ള ഒരു സസ്യശാസ്ത്രജ്ഞ, അതായത് നമ്മൾ ഈ എന്താ ബോട്ടണിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ബോട്ടണിസ്റ്റ് ആയിരുന്നു E.K. ജാനകി അമ്മ. പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ വനിതാ ശാസ്ത്രജ്ഞ കൂടിയായിരുന്നു, വിമൻ സയന്റിസ്റ്റ് കൂടിയായിരുന്നു ആര്? E.K. ജാനകി അമ്മ. ഓക്കെ, ഇനി മാമിയൽ സാബു. ആരാണ് ഈ മാമിയൽ സാബു എന്ന് പറയുന്നത്? അതായത് ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ടാക്സോണമിസ്റ്റ് ആയിരുന്നു കേട്ടോ. ടാക്സോണമിസ്റ്റ് ആയിരുന്നു. കേരളത്തിലെ സസ്യങ്ങളെ കുറിച്ചിട്ട് പഠനം നടത്തുന്ന വ്യക്തി ആയിരുന്നു എങ്കിൽ കൂടി ഇദ്ദേഹം ഇങ്ങനെ ട്രാൻസ്ലേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അത്രയ്ക്ക് ഇങ്ങോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഡോക്ടർ KS മണിലാൽ ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് കംപ്ലീറ്റ്ലി ട്രാൻസ്ലേറ്റ് ചെയ്തത് ഡോക്ടർ KS മണിലാൽ ആണ്. 12 വാല്യങ്ങളുള്ള വർക്കായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ്. ഒറിജിനൽ ലാംഗ്വേജ് ഏതായിരുന്നു? ലാറ്റിൻ ആയിരുന്നു. വാൻ റീഡ് ആയിരുന്നു അതിന്റെ ലീഡർഷിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Whose reign in Travancore saw the invasion of Kerala by Mysore Sultan? അതായത് മൈസൂർ സുൽത്താൻ കേരളത്തിലേക്ക് ഇൻവേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ട്രാവൻകൂർ രാജാവ് ആര്, അല്ലെങ്കിൽ ആരുടെ ഭരണകാലത്താണ് അവർ കേരളത്തിലേക്ക് വന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. റാണി ഗൗരി ലക്ഷ്മി ബായ്, ധർമ്മരാജ, റാണി ഗൗരി പാർവതി ബായ്, ആയില്യം തിരുനാൾ. 4 ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലെ, നോക്കാം. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ ബി ധർമ്മരാജയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് ഇൻവേഷൻ ഓഫ് കേരള ബൈ മൈസൂർ സുൽത്താൻ, അത് നമ്മുടെ കേരളത്തിന്റെ അതുപോലെ ട്രാവൻകൂറിന്റെ ഹിസ്റ്ററിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ ഈ ധർമ്മരാജയുടെ പേര് എന്ന് പറയുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബിഹേവിയർ, ആ ഒരു പാറ്റേൺ കാരണമാണ് ധർമ്മരാജൻ എന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം, അദ്ദേഹത്തിന്റെ ഒരു റെയിൻ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം 1758 മുതൽ 1798 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അതായത് അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ മൈസൂർ ഇൻവേഷൻ എന്ന് പറയുന്നത് ഹൈദർ അലിയും പിന്നീട് ടിപ്പു സുൽത്താനും മലബാർ ആക്രമിക്കുകയും അവിടെ നിന്ന് ട്രാവൻകൂറിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ഈ ധർമ്മരാജയുടെ കാലഘട്ടത്തിലായിരുന്നു. ഭരണ കാലഘട്ടം ഒന്നുകൂടിയും പറയാം, മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷമാണ് ഇദ്ദേഹം അധികാരത്തിൽ വരുന്നത്. സോറി ട്ടോ. അപ്പൊ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷമാണ് അധികാരത്തിൽ വരുന്നത്. 1758 മുതൽ 1798 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം വരുന്നത്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈസൂരിന്റെ ഒരു സൈന്യത്തിനെ തടയാനായിട്ട് ഇദ്ദേഹം തിരുവിതാംകൂർ ലൈൻ, അതായത് നെടുങ്കോട്ട ശക്തിപ്പെടുത്തുകയും പിന്നെ അതിൽ വരുന്ന റെഫ്യൂജീസ് ഉണ്ടല്ലോ, അതായത് അഭയാർത്ഥികൾ, അവർക്ക് സംരക്ഷണം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന് എന്ത് പേര് ലഭിക്കുന്നത്? ധർമ്മരാജ എന്നുള്ള പേര് ലഭിക്കുന്നത്. നമുക്ക് മറ്റു ഓപ്ഷൻസിലെ വ്യക്തികളെ കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം പറയേണ്ടത് ഏതാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായ്. റാണി ഗൗരി ലക്ഷ്മി ഭായിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാവൻകൂറിൽ സ്വന്തമായി ഭരിച്ച, അതായത് ട്രാവൻകൂർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഭരിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ രാജ്ഞിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. 1810 to 1815 വരെയാണ് അവരുടെ ഭരണ കാലഘട്ടം വരുന്നത്. ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന കേണൽ മൺട്രോയുടെ സഹായത്തോടെ വളരെയധികം ഭരണ പരിഷ്കാരങ്ങൾ ഇവര് ട്രാവൻകൂറിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് റാണി ഗൗരി പാർവതി ഭായ്. റാണി ഗൗരി ലക്ഷ്മി ഭായ്ക്ക് ശേഷം റീജന്റ് ആയിട്ട് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു റാണി ഗൗരി പാർവതി ഭായ്. 1815 to 1829 വരെയായിരുന്നു ഇവരുടെ ഭരണകാലഘട്ടം. എഡ്യൂക്കേഷൻ സെക്ടറിൽ വളരെ വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ പ്രൊക്ലമേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ഗൗരി പാർവതി ഭായ് ആയിരുന്നു. തിരുവിതാംകൂറില് സ്ത്രീ വിദ്യാഭ്യാസവും അതുപോലെ പ്രൈമറി എഡ്യൂക്കേഷനും ഒക്കെ സൗജന്യമാക്കിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ റാണി ഗൗരി പാർവതി ഭായ് ആയിരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എഡ്യൂക്കേഷൻ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് 1817 ഇത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊക്ലമേഷൻ, വിദ്യാഭ്യാസ വിളംബരം പ്രഖ്യാപിക്കുന്നത്. അതായത് നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത്. സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകേണ്ടത് ആരുടെ കടമയാണെന്നാണ് പറയുന്നത്? സർക്കാരിന്റെ കടമയായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു വിളംബരത്തിൽ പറയുന്നത്.
അതുപോലെ ജാതി, മതം, ലിംഗം ആ ഒരു ഭേദത്തിന് അതീതമായിട്ട് എല്ലാവർക്കും പ്രൈമറി എഡ്യൂക്കേഷൻ സൗജന്യമായിട്ട് നൽകാനും ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് പ്രത്യേകം പ്രോത്സാഹനം നൽകുകയും അതും ഭരണകൂടത്തിന്റെ ഒരു ഒബ്ലിഗേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് ഈ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് എഡ്യൂക്കേഷൻ കുറച്ചും കൂടി വ്യവസ്ഥാപികമാവുകയും അതുപോലെ പെൺകുട്ടികൾക്ക് പ്രത്യേകം വിദ്യാലയങ്ങൾ വളരെ ലാർജ് സ്കെയിൽ ആയിട്ട് തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ഒരു സ്ത്രീ എഡ്യൂക്കേഷന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുള്ളത് റാണി ഗൗരി പാർവതി ഭായി ആയിരുന്നു കേട്ടോ. ഇനി ആയില്യം തിരുനാൾ നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1860 to 1880 വരെ ഭരിച്ചിട്ടുണ്ടായിരുന്ന, തിരുവിതാംകൂർ ഭരിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. തിരുവിതാംകൂറിന്റെ ഒരു ഭരണ കാലഘട്ടത്തിലെ ഒരു ഗോൾഡൻ ഏജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ആയില്യം തിരുനാളിന്റെ ഭരണ കാലഘട്ടം. അതായത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് മാതൃകാ സംസ്ഥാനം, അതായത് ഒരു മോഡൽ സ്റ്റേറ്റ് എന്ന് തിരുവിതാംകൂർ ആ ഒരു പദവിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, the Travancore ruler who stopped the evil custom of സുചീന്ദ്രം കൈമുക്ക്, അതായത് ordeal of boiling ghee. അതായത് സുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറഞ്ഞാൽ തിളച്ച നെയ്യിലേക്ക് കൈമുക്കുന്ന ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു കസ്റ്റം ഉണ്ടായിരുന്നു, ഒരു ആചാരം ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കിയിട്ടുണ്ടായിരുന്ന ട്രാവൻകൂർ റൂളർ ആരാണ് എന്നാണ് ചോദ്യം. ഉത്രം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ബായ്, ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ. 4 ഓപ്ഷൻസ് ഉണ്ട്, നോക്കാം. ഓപ്ഷൻ ഡി സ്വാതി തിരുനാളാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. സുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? സ്വാതി തിരുനാളായിരുന്നു. അപ്പൊ എന്താണ് ഈ സുചീന്ദ്രം കൈമുക്ക് എന്നുള്ള കസ്റ്റം എന്ന് നമുക്ക് നോക്കാം. അതായത് എന്തെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാള് നിരപരാധിയാണോ എന്ന് തെളിയിക്കാനായിട്ട് തിളച്ച നെയ്യിൽ കൈമുക്കുന്ന ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു, ഒരു ഈവിൽ കസ്റ്റം ആയിരുന്നു അല്ലേ ഇത്. ശുചീന്ദ്രം ക്ഷേത്രത്തിലായിരുന്നു ഇത് പ്രധാനമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ശുചീന്ദ്രം കൈമുക്ക് എന്നുള്ള പേര് ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നത് 1834 സ്വാതി തിരുനാൾ മഹാരാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ സോഷ്യൽ റിഫോമിൽ ഒന്നായിട്ടാണ് ഈ ഒരു സുചീന്ദ്രം കൈമുക്ക് സ്റ്റോപ്പ് ചെയ്തത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഉത്രം തിരുനാളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റു ഓപ്ഷൻസ് നമുക്ക് ഒന്ന് നോക്കാം. ഉത്രം തിരുനാളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ സ്ലേവറി കംപ്ലീറ്റ്ലി നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നത്. 1855 ഇത്തരത്തിൽ സ്ലേവറി കംപ്ലീറ്റ്ലി തിരുവിതാംകൂറിൽ നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഉത്രം തിരുനാളാണ് കേട്ടോ. ഉത്രാടം തിരുനാൾ വേറെ ഉണ്ട്. ഉത്രം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് സ്ലേവറി കംപ്ലീറ്റ്ലി തിരുവിതാംകൂറിൽ നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ചാന്നാർ ലഹളയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് അപ്പർ ക്ലോത്ത് ധരിക്കാനുള്ള അവകാശം നൽകിയതും ആരാണ്? ഈ ഉത്രം തിരുനാളായിരുന്നു കേട്ടോ. ഓക്കെ, റാണി ഗൗരി ലക്ഷ്മി ബായിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പൊ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ. തിരുവിതാംകൂറിൽ സതി എന്ന അനാചാരം നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നത് റാണി ഗൗരി ലക്ഷ്മി ബായി ആയിരുന്നു. സതി എന്താണെന്നറിയാലോ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ചിതയിലേക്ക് ഭാര്യയും എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു ആചാരം. അത് തിരുവിതാംകൂറിൽ നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ഗൗരി ലക്ഷ്മി ബായി ആയിരുന്നു കേട്ടോ. ഇനി ആയില്യം തിരുനാളിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ 1865 പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ, അതായത് കൃഷിക്കാർക്ക് അവരുടെ ഭൂമിയുടെ മേല് അവകാശം നൽകിയതിനാല് തിരുവിതാംകൂറിലെ കാർഷിക മേഖലയിലെ മാഗ്നാർ കാർട്ട എന്നുകൂടി അറിയപ്പെടുന്ന ഒന്നാണ് ഈ പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ആയില്യം തിരുനാളായിരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, the special event connected to the civil disobedience movement in Malabar in 1932. അതായത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് മലബാറിൽ 1932 നടന്നിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിനോട് കണക്ട് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ ഇവന്റ് ഏതായിരുന്നു എന്നാണ് ചോദ്യം. മിസസ് LS പ്രഭു എപ്പിസോഡ്, അറസ്റ്റ് ഓഫ് കെ കേളപ്പൻ, പ്രസിഡൻസി ഓഫ് JM സെൻഗുപ്ത ആൻഡ് JM സെൻഗുപ്ത in all Kerala political conference. None of this. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ മിസസ്
LS പ്രഭു ഇൻസിഡന്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അതായത് 1932 മലബാറില് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വളരെ ശക്തമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഏത്? ഈ പറയുന്ന മിസ്സസ് LS പ്രഭു ഇൻസിഡന്റ് എന്ന് പറയുന്നത്, എപ്പിസോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തലശ്ശേരിയിലെ പ്രശസ്തമായിട്ടുള്ള കോൺഗ്രസ് നേതാവായിരുന്നു ആര്? LS പ്രഭു. അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മിഭായ് പ്രഭുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരോട് വളരെ ക്രൂരമായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഒരു ഇൻസിഡന്റ് ആണ് എന്ത് ഈ ഒരു എപ്പിസോഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായിട്ടുള്ള പോലീസ് അതിക്രമം, സ്ത്രീക്ക് നേരെ ഉണ്ടായ ഈ ഒരു പോലീസ് അതിക്രമം മലബാറിലെ വലിയ രീതിയിലുള്ള ജനരോഷത്തിന് കാരണമാവുകയും ഈ ഒരു പ്രസ്ഥാനത്തിന് വളരെയധികം കരുത്ത് പകരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റ് ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. അറസ്റ്റ് ഓഫ് കെ കേളപ്പൻ. അതായത് കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് കെ കേളപ്പൻ എന്ന് പറയുന്നത് ആരായിരുന്നു? കേരളത്തിലെ സത്യാഗ്രഹങ്ങളുടെ ഒക്കെ ഒരു മുൻനിര നായകൻ എന്നുള്ള ലെവലിൽ നമ്മൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു അല്ലെ കെ കേളപ്പൻ. അപ്പൊ ഒരു സത്യാഗ്രഹത്തിന്റെ ഒക്കെ ഒരു മുൻനിര നായകനായിരുന്നു. എന്നാൽ 1932 മലബാറിലെ ഈ ഒരു പ്രത്യേക സംഭവമായിട്ടൊന്നും ഇദ്ദേഹത്തിന് അത്ര വലിയ കണക്ഷൻ ഇല്ല. ഇനി പ്രസിഡൻസി ഓഫ് JM സെൻഗുപ്ത. JM സെൻഗുപ്ത എന്ന് പറയുന്നത് 1931 വടകരയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.